ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഈ കല്ലുകൾ എന്ന് പറയുന്ന പല കല്ലുകൾ, വൈരമാണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും മറ്റു പലതും, അതും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പല ഷേപ്പിലായിട്ട് ജ്വല്ലറി ആക്കിയിട്ട് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ജോലിയും കിട്ടുന്നു, ഇവിടെ പണവും ഇവിടെ ടാക്സും പരിപാടിയും, അതേപോലെ നമുക്ക് ഫോറിൻ കറൻസിയും കിട്ടുന്നു. ഇതാണ് ഈ സംഭവം. അപ്പം ഇത്രയും ഈ മേഖലയിൽ ഏകദേശം 22,000-23,000 കോടി രൂപ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവമായത്. ഇത് മാറിക്കഴിഞ്ഞാലുള്ള എത്ര പേരുടെ ജോലി പോയി, എത്രയാണ് എക്കോണമിയെ ബാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള ബിസിനസ് ഉണ്ട്. ഇപ്പോൾ 1.5 ലക്ഷം പേര് ജോലി ചെയ്യുന്ന പല ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള, ഇപ്പോൾ രാജസ്ഥാനിലെടുക്കുക, അത് ജയ്പൂരും ആ ഭാഗത്തുമായിട്ടാണ് സംഭവം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുമ്പോൾ അവിടെ ചായ അടിക്കുന്നവനുണ്ട്, അവിടെ ക്യാൻറ്റീൻ നടത്തുന്നവനുണ്ട്, അവിടെ ഗ്രോസറി ഷോപ്പ് ഉള്ളവനുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിക്കുന്നവരുണ്ട്. ഇവരുടെ ഒന്നും സാലറി വലുതായിട്ടൊന്നുമില്ല. ഈ പറയുന്ന അവിടെ തുടക്കക്കാരൻ്റെ സാലറി ഏകദേശം 15,000, അത് കഴിഞ്ഞു 2-3 വർഷം കഴിയുമ്പോൾ 25,000, 23,000, ഇതൊക്കെയാണ് അവരുടെ സാലറി. ഈ ജ്വല്ലറി സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ പോളിഷിങ് പരിപാടിയൊക്കെയാണ് കൊടുക്കുന്നത്. അതിൽ സീനിയറായിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം 50,000, 55,000, 60,000 രൂപയുടെ സാലറി ഉണ്ട്.